നേന്ത്രപ്പഴം വെച്ചിട്ട് പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നേന്ത്രപ്പഴം വെച്ച് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മളെ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം ഇതേപോലെ അരിഞ്ഞത് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അത് അതിൻ്റെ കകളറെല്ലാം മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നാളികേരം ചിരവ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര നിങ്ങളുടെ അളവ് പോലെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്, അതിൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നാളികേരവും പഴം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ എല്ലാം കൂടി മിക്സായി ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ച് ഏകദേശം ഇതേപോലെ ആക്കാം. പിന്നെ അത് ഏകദേശം കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പാക്കി കൊടുക്കണം. ഇതേപോലെ ഇത് ഷേപ്പാക്കൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പാക്കി എടുക്കണം നമ്മളെല്ലാതും. അതിനുശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഷേപ്പാക്കി വെച്ച പഴത്തിൻ്റെ ഇതിലോട്ട് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് മിക്സിയിൽ അടിച്ചെടുത്ത് കേട്ടോ, നല്ലപോലെ ഇതേപോലെ അടിച്ചെടുക്കണം. അതിലോട്ട് നമ്മളെ അതുകൂടി മുക്കിയെടുക്കുക. നല്ലപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് എല്ലാം ഇതേപോലെ എടുക്കണം കേട്ടോ. നമ്മൾ ആ ബ്രെഡിൻ്റെ ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കണം, കോഴി മുട്ടയിൽ മുക്കിയിട്ട്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ഒരു സൈഡ് ഏകദേശം നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഉപയോഗിക്കാം കേട്ടോ. കരിയാതെ നോക്കണേ. നമുക്കൊന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റുള്ള കിടിലൻ കട്ട്ലറ്റ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക.